നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ പല വിഷയങ്ങൾക്കും അഭിപ്രായങ്ങൾ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അത്തരം അഭിപ്രായങ്ങൾ പറയേണ്ടി വരുന്നതെന്ന് തോന്നിയാൽ ചില വിഷയങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടും, ചില വിഷയങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവാത്ത സത്യത്തെ വളച്ചൊടിച്ച് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നുന്ന ചിന്തകൾ ഞാൻ പങ്കുവയ്ക്കുകയാണ് പതിവ്. അല്ലാതെ എല്ലാ വിഷയങ്ങൾക്കും മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നതുമില്ല. എല്ലാ വിഷയങ്ങൾക്കും മറുപടി പറയേണ്ട കാര്യവും എനിക്കില്ല. ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയം യഥാർത്ഥത്തിൽ ഇതിനു മുൻപും ഇത്തരം ചില പരാതികൾ വ്യക്തിപരമായിട്ട് ഞാനും കേട്ടിട്ടുണ്ട്. എന്നോടും ചില ആൾക്കാർ രാഹുൽ ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ മെസ്സേജ് അയക്കുന്നത് ഈ രാജ്യത്ത് നിയമപരമായിട്ട് തെറ്റല്ലാത്തതുകൊണ്ട് ആ വിഷയത്തിൽ ഞാൻ കേട്ട് കളഞ്ഞു. ഇനി ഒരു പക്ഷേ എന്നോട് ഒരു പെൺകുട്ടി എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളവരൊക്കെ ഉണ്ട്. ഇതാണെങ്കിൽ ഇത് പുള്ളി നല്ല കക്ഷിയാണോ, പുള്ളി ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ, പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ള സംശയങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒന്നിലധികം ആൾക്കാർ എന്നോടും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസിന്റെ ഓഡിഷൻ സമയത്ത് ചില പെൺകുട്ടികൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് കഴിഞ്ഞ വർഷം പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേർ പറഞ്ഞു ബിഗ് ബോസിൽ സ്ത്രീകൾ പോകുന്നത് കിടന്നു കൊടുത്തിട്ട് എന്നുള്ള രീതിയിൽ ഇതിനെ വളച്ചൊടിച്ചു. ഞാൻ പറഞ്ഞത് കുറച്ച് കുട്ടികൾക്ക് കുറച്ച് മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഞാനത് നേരിട്ട് അറിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ ഞാൻ ഇതിനു മുൻപ് പറഞ്ഞൊരു വിഷയം ഞാൻ പറയുകയാണത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ ശല്യം ചെയ്യുന്നുണ്ട്, അയാൾ ക്യാരക്ടർ ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞാൽ സ്വാഭാവികമായും നിങ്ങൾ പറയും രാഹുലിനോടുള്ള അസൂയ കൊണ്ടാണ്, അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനെ തകർക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് അഖിൽമാരാരെ നിങ്ങൾ നിൽക്കുന്നത് എന്നൊക്കെ നിങ്ങൾ സ്വാഭാവികമായിട്ടും പറയും. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് ഒരു പെൺകുട്ടി ഒരു കേസിന് പോകാത്തിടത്തോളം കാലം ഇതൊന്നും നമ്മളാരും പൊതുമധ്യത്തിൽ ചർച്ച ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിലവിൽ ഇപ്പോഴും നിയമപരമായിട്ട് ആരും പോയിട്ടില്ലെങ്കിൽ പോലും കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനം, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത ഒരു സന്ദർഭത്തിൽ അവരെ അഭിനന്ദിക്കുക എന്നതല്ലാതെ മറ്റൊന്നും ഇതിൽ പറയാനില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ രൂക്ഷ വിമർശനവുമായി അഖിൽമാരാരും രംഗത്ത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വളർന്നത് കഴിവുകൊണ്ടാണെന്നും തളർന്നത് കഴിവുകേടുകൊണ്ടാണെന്നും കോൺഗ്രസ് അനുഭാവിയും സംവിധായകനുമായ അഖിൽമാരാർ വിമർശിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്ന വലിയ ആരോപണങ്ങളിൽ പ്രതികരിച്ചുകൊണ്ടാണ് അഖിൽമാരാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. രാഹുലിനെതിരെ മുൻപ് പരാതികൾ തന്റെ പക്കലും വന്നിരുന്നുവെന്നും എന്നാൽ അതിൽ വാസ്തവം എത്രമാത്രമുണ്ടെന്ന് അറിയാത്തതിനാലാണ് പ്രതികരിക്കാതിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലാണ് അഖിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. പണിയെടുത്ത് വളർന്നു വന്ന അർഹരായ പലരെയും തഴഞ്ഞാണ് രാഹുലിന് സ്ഥാനമാനങ്ങൾ ലഭിച്ചത്. അത്തരത്തിലുള്ള പലരെയും പേഴ്സണലി അറിയാമെന്നും അഖിൽ പറയുന്നു. ഇത്രമാത്രം ഒരു പാർട്ടി അയാളെ സഹായിച്ചപ്പോൾ ആ മാന്യതയും മര്യാദയും കാണിക്കണമായിരുന്നു. ഇത്തരം വിഷയങ്ങളിൽ സ്ത്രീകൾക്കൊപ്പം എന്നതിനേക്കാൾ സത്യത്തിനൊപ്പം നിൽക്കുക എന്നതാണ് തന്റെ രാഷ്ട്രീയമെന്നും അഖിൽ വ്യക്തമാക്കി. MLA പോലും ആകാത്ത യഥാർത്ഥ രാഷ്ട്രീയക്കാരെ കണ്ടുപിടിക്കണം. വിഷയത്തിൽ മാതൃകാപരമായി പ്രതികരിച്ച കോൺഗ്രസ് നേതൃത്വത്തെ അഭിനന്ദിക്കുന്നുവെന്നും അഖിൽ പറഞ്ഞു.